എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഹയർ സെക്കൻഡറി ഫിസിക്സിലെ 14th ചാപ്റ്ററായ ഓസിലേഷൻസ് ആണ് നമ്മൾ ഇന്ന് കണ്ടിന്യൂ ചെയ്യുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു സിമ്പിൾ ഹാർമോണിക് ഓസിലേറ്ററിൻ്റെ വെലോസിറ്റിയുടെ ഇക്വേഷൻ ഡിറൈവ് ചെയ്തിരുന്നു. ആ വെലോസിറ്റിയുടെ പല പ്രോപ്പർട്ടീസും നമ്മൾ ഡിസ്കസ് ചെയ്തു. റെഫറൻസ് സർക്കിൾ എന്ന കോൺസെപ്റ്റ് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ വെലോസിറ്റി ഡിറൈവ് ചെയ്തത്. ഓർക്കുന്നുണ്ടല്ലോ എല്ലാവരും? ഇത് നിങ്ങൾ ഈ കാണുന്നത് റെഫറൻസ് സർക്കിളാണ്. ഈ റെഫറൻസ് സർക്കിൾ ഉപയോഗിച്ചുകൊണ്ട് സിമ്പിൾ ഹാർമോണിക് ഓസിലേറ്ററിൻ്റെ വെലോസിറ്റിയുടെ ഇക്വേഷൻ നമ്മൾ v - a omega sin omega t plus phi എന്ന് ഡിറൈവ് ചെയ്തു. ദിസ് ഇക്വേഷൻ റെപ്രസെൻറ്റ്സ് ദ ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി ഓഫ് ദ ഓസിലേറ്റർ അറ്റ് ആൻ ഇൻസ്റ്റൻറ്റ് ഓഫ് ടൈം സേ t. ഇനി നമുക്ക് എക്സ് എന്ന ഒരു ഡിസ്പ്ലേസ്മെൻറ്റിൽ ഓസിലേറ്ററിന് എത്ര വെലോസിറ്റി ഉണ്ട് എന്നറിയണം. അത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഞാനൊരു അസൈൻമെൻറ്റായി തന്നിരുന്നു. ആ ഇക്വേഷൻ നിങ്ങൾ ഡിറൈവ് ചെയ്തിട്ടുണ്ടാവും. നിങ്ങൾക്ക് കിട്ടിയ ഇക്വേഷൻ v - omega × √a² - x² എന്നായിരിക്കും. ഇത് എക്സ് എന്ന ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് സിമ്പിൾ ഹാർമോണിക് ഓസിലേറ്ററിന് കിട്ടുമ്പോൾ അതിൻ്റെ വെലോസിറ്റിയുടെ ഇക്വേഷനാണ്. നമുക്ക് ന്യൂമറിക്കൽ പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്യാൻ നമ്മളെ വളരെയധികം സഹായിക്കുന്ന ഒരു ഇക്വേഷനാണ് നമ്മളിപ്പോൾ കാണുന്ന ഈ വെലോസിറ്റിയുടെ ഇക്വേഷൻ. ഈ ഇക്വേഷൻ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഒരു ഓസിലേറ്ററിൻ്റെ മീൻ പൊസിഷനിലെ വെലോസിറ്റി ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. ആൻഡ് യു നോ അറ്റ് മീൻ പൊസിഷൻ ഡിസ്പ്ലേസ്മെൻറ്റ് x = 0. ഈ ഇക്വേഷനിലേക്ക് x = 0 എന്നൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കൂ. എന്താ കിട്ടുന്നത്? യു വിൽ ഗെറ്റ് വെലോസിറ്റി ആസ് a omega ആൻഡ് ദിസ് ഈസ് ദ മാക്സിമം വാല്യൂ ഓഫ് വെലോസിറ്റി. അപ്പോൾ രണ്ട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലായി. The velocity of a simple harmonic oscillator is maximum at the mean position and the maximum value is a omega. Now let's go to the extreme position. You know, at the extreme position x = a. ഈ ഇക്വേഷനിൽ നമുക്ക് എക്സിന് പകരം a എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എന്താ റിസൾട്ട് കിട്ടുക? v = 0. That means at the extreme position velocity of the simple harmonic oscillator becomes 0. Or in other words, I can say when the oscillator moves from the mean position to the extreme position, speed of the oscillator decreases from the maximum value a omega to the minimum value of 0. ഈ വെലോസിറ്റി വേരിയേഷൻ ഒന്ന് പരിചയപ്പെടുന്നതിന് വേണ്ടിയിട്ട് നമുക്കൊരു ഓസിലേറ്ററിലേക്ക് ഈ ഇക്വേഷൻ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. ഞാനൊരു ക്വസ്റ്റ്യൻ പറയാം, നിങ്ങൾ ക്വസ്റ്റ്യൻ എഴുതൂ. എ പാർട്ടിക്കിൾ ഈസ് എക്സിക്യൂട്ടിംഗ് SHM വിത്ത് എ പീരീഡ് ഓഫ് 5 seconds. When it passes through the center of its path, its speed is 0.1 meter per second. What is its velocity when it is at a distance of 0.03 meter from the mean position? ക്വസ്റ്റ്യൻ എഴുതിയിട്ടുണ്ടാവുമല്ലോ, ഒന്ന് വായിച്ചു നോക്കുക ക്വസ്റ്റ്യൻ. എ പാർട്ടിക്കിൾ ഈസ് എക്സിക്യൂട്ടിംഗ് SHM വിത്ത് എ പീരീഡ് ഓഫ് 5 seconds. So the value of time period is given. Let's write it as t = pi. ബാക്കി എന്താ പറഞ്ഞിരിക്കുന്നത് നോക്കൂ. When it passes through the center of its path. Center of its path means the mean position. So when the particle passes through the mean position, its speed is 0.1 meter per second. നമുക്കറിയാം മീൻ പൊസിഷനിലൂടെ പാർട്ടിക്കിൾ പാസ് ചെയ്യുമ്പോൾ അതിൻ്റെ സ്പീഡ് മാക്സിമം ആയിരിക്കും. ആൻഡ് ദാറ്റ് മാക്സിമം സ്പീഡ് ഈസ് a omega.
സോ എന്താ ഇവിടെ തന്നിരിക്കുന്നത്? എ ഒമേഗ ഈക്വൽസ് 0.1 മീറ്റർ പെർ സെക്കൻഡ്. ക്വസ്റ്റ്യൻ്റെ ലാസ്റ്റ് പാർട്ട് നോക്കൂ. ദ പാർട്ടിക്കിൾ ഈസ് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 0.03 മീറ്റർ ഫ്രം ദ മീൻ പൊസിഷൻ. ദാറ്റ് മീൻസ് എക്സ് ഈസ് ഈക്വൽ ടു 0.03 മീറ്റർ. ഈ പൊസിഷനിൽ എന്തായിരിക്കും വെലോസിറ്റി എന്നാണ് ക്വസ്റ്റ്യൻ. നമുക്ക് ഡയറക്റ്റായി ഇക്വേഷൻ അറിയാം. വെലോസിറ്റി വി ഈക്വൽസ് ഒമേഗ ഇൻ റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ. ഈ ഇക്വേഷനിലേക്ക് നമ്മൾ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. പക്ഷേ അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ നമ്മൾ ശ്രമിക്കുമ്പോൾ അവിടെ രണ്ട് ഡിഫിക്കൽട്ടീസ് ഉണ്ട്. വി ഡോണ്ട് നോ ദ വാല്യൂ ഓഫ് ഒമേഗ ആൻഡ് എ. നമുക്ക് ആദ്യം ഈ ഒമേഗ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ ശ്രമിക്കാം. ഫോർ ദാറ്റ് ദേ ആർ ഗിവിങ് യു ദ വാല്യൂ ഓഫ് ടി. ആൻഡ് യു നോ ഒമേഗ ഈക്വൽസ് 2π ബൈ ടി. ടിയുടെ വാല്യൂ പൈ സെക്കൻഡ്സ് എന്ന് തന്നിട്ടുണ്ട്. അതൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം നമുക്ക്. സോ ഒമേഗ ഈക്വൽസ് 2π ഡിവൈഡഡ് ബൈ പൈ ഓർ ഒമേഗ ഈക്വൽസ് 2 റേഡിയൻസ് പെർ സെക്കൻഡ്. ഇനി നമുക്ക് എന്താ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? ആംപ്ലിറ്റ്യൂഡ് എ അല്ലേ? ഫോർ ദാറ്റ് വി നോ എ ഒമേഗ ഈക്വൽസ് 0.1 മീറ്റർ പെർ സെക്കൻഡ്. ഇഫ് സോ വാട്ട് ഈസ് എ? കാൽക്കുലേറ്റ് ചെയ്യൂ. 0.1 divided by omega. The value of omega you calculated now. It is 2 radians per second. A value substitute ചെയ്യൂ. So A equals 0.1 divided by 2. And on calculation, you will get it as amplitude A equals 0.05 meter. ഇപ്പോൾ നമുക്ക് ഒമേഗയുടെ വാല്യൂവും ആംപ്ലിറ്റ്യൂഡ് വാല്യൂവും അറിയാം. ഈ രണ്ട് വാല്യൂവും കൂടി നമുക്ക് ഈ വെലോസിറ്റിയുടെ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ആദ്യം നിങ്ങൾ വെലോസിറ്റിയുടെ ഇക്വേഷൻ എഴുതും. വി ഈക്വൽസ് ഒമേഗ ഇൻ റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേ വാല്യൂസ്. ദിസ് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു സ്ക്വയർ റൂട്ട് ഓഫ് 0.05 സ്ക്വയർ മൈനസ് 0.03 സ്ക്വയർ. എങ്ങനെയാണ് ഈ 0.03 വന്നത് എന്നറിയാലോ? ദ വാല്യൂ ഓഫ് എക്സ് ഈസ് 0.03. ഇത് കാൽക്കുലേറ്റ് ചെയ്യുക. ഓൺ കാൽക്കുലേഷൻ യു വിൽ ഗെറ്റ് ദ വെലോസിറ്റി ആസ് 0.08 മീറ്റേഴ്സ് പെർ സെക്കൻഡ്. ഇനി നമുക്ക് ഈ സിമ്പിൾ ഹാർമോണിക് ഓസിലേറ്ററിൻ്റെ ആക്സിലറേഷന് ഒരു ഇക്വേഷൻ ഡിറൈവ് ചെയ്യാം. സോ നൗ ലെറ്റ്സ് ട്രൈ ടു ഗെറ്റ് ആൻ എക്സ്പ്രഷൻ ഫോർ ദി ആക്സിലറേഷൻ ഓഫ് എ സിമ്പിൾ ഹാർമോണിക് ഓസിലേറ്റർ. ഈ ആക്സിലറേഷൻ്റെ ഇക്വേഷൻ ഡിറൈവ് ചെയ്യാൻ ഞാൻ മെത്തേഡ് ഓഫ് റെഫറൻസ് സർക്കിൾ തന്നെയാണ് ഇവിടെയും യൂസ് ചെയ്യുന്നത്. We know when a particle is in uniform circular motion, it is having a centripetal acceleration, and that centripetal acceleration A equals v square divided by r, where r is the radius of the circular path. And we know the linear velocity v is related to the angular velocity omega through this equation v equals r omega. യൂണിഫോം സർക്കുലർ മോഷൻ എന്ന പാർട്ടിൽ നമ്മളിത് കണ്ടതാണ്. ഈ വെലോസിറ്റിയുടെ വാല്യൂ നമുക്കിവിടെ ആക്സലറേഷൻ്റെ ഇക്വേഷനിൽ ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. സോ എ ഈക്വൽസ് ആർ സ്ക്വയർ ഒമേഗ സ്ക്വയർ ഡിവൈഡഡ് ബൈ ആർ. ഒരു ആർ നിങ്ങൾക്ക് ക്യാൻസൽ ചെയ്യാം. ബാക്കി എന്താ വരുന്നത് നോക്കൂ. എ ഈക്വൽസ് ആർ ഒമേഗ സ്ക്വയർ. ബട്ട് ഇൻ ദ കേസ് ഓഫ് ദ റെഫറൻസ് സർക്കിൾ വി നോ radius of the circle is equal to the amplitude of oscillation. That means r equals a the amplitude. Therefore, acceleration a equals a omega square. ഈ റെഫറൻസ് സർക്കിൾ എന്ന മെത്തേഡ് ഉപയോഗിച്ച് ആക്സലറേഷൻ ഡിറ്റർമിൻ ചെയ്യാൻ യു ഒബ്സർവ് ദ റെഫറൻസ് സർക്കിൾ ക്ലിയർലി നൗ. O is the center of the circle, and let's assume P is the position of the particle. This particle will move along the circumference of the circle. Then its projection P dash will execute simple harmonic motion along the x-axis. Let's join the point P with the origin O so that an angle is formed here. This angle is nothing but the face of the particle. ആ ഫേസിനെ ഞാൻ ഒമേഗ ടി പ്ലസ് 5 എന്ന് മാർക്ക് ചെയ്യുന്നു. Now let's draw a line parallel to the x-axis and that passes through the point P. So this angle also must be omega t plus 5. ഇനി നമുക്ക് ഈ പാർട്ടിക്കിളിലെ വെക്ടേഴ്സ് മാർക്ക് ചെയ്യാം. We know
velocity of this particle is always acting through the tangent to the circle. So this tangent represents the velocity. And the magnitude of this velocity is a omega. Centripetal acceleration ഒരു property നമുക്കറിയാം. That acceleration is always directed towards the center of the circle. So the acceleration of the particle is directed towards the point O like this. And its magnitude is a omega square. ഇവിടെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു പ്രോപ്പർട്ടി നമുക്ക് കാണാൻ പറ്റും. നമ്മൾ വെലോസിറ്റിയുടെ ഡയറക്ഷനിലുള്ള ആക്സലറേഷനെ കുറിച്ച് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. വെലോസിറ്റിക്ക് ഓപ്പോസിറ്റായി ആക്സലറേഷൻ വരുന്നതും നമ്മൾ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ സിറ്റുവേഷനിലേക്ക് നിങ്ങൾ നോക്കൂ. വെലോസിറ്റി ഈസ് ആക്ടിങ് ത്രൂ ദ ടാൻജൻറ്റ് ആൻഡ് ആക്സലറേഷൻ ആക്ട്സ് ത്രൂ ദ റേഡിയസ്, വിച്ച് മീൻസ് in this particular case velocity and acceleration are perpendicular to each other. നമുക്ക് ഈ ആക്സലറേഷൻ്റെ ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ റിസോൾവ്ഡ് കോമ്പണൻ്റ് ഒന്നെടുത്ത് നോക്കാം. ദേ ഈ കാണുന്നതല്ലേ ആ കോമ്പണൻ്റ്, അതിൻ്റെ വാല്യൂ എ ഒമേഗ സ്ക്വയർ കോസ് ഒമേഗ ടി പ്ലസ് 5 ആണ്. ഇത് തന്നെയായിരിക്കുമല്ലോ ഈ പി ഡാഷ് എന്ന പോയിന്റിൻ്റെയും ആക്സലറേഷൻ. ആ പി ഡാഷ് എന്ന പോയിന്റിൻ്റെ ആക്സലറേഷൻ ഇപ്പോൾ നിങ്ങൾക്ക് ഫിഗറിൽ കാണാൻ പറ്റും. സോ ദി ആക്സലറേഷൻ ഓഫ് ദ സിമ്പിൾ ഹാർമോണിക് ഓസിലേറ്റർ ഈസ് എ ഈക്വൽസ് എ ഒമേഗ സ്ക്വയർ കോസ് ഒമേഗ ടി പ്ലസ് 5. ഈ ആക്സലറേഷൻ്റെ ഡയറക്ഷൻ ഒന്ന് നോക്കൂ. എക്സ് ഇൻക്രീസ് ചെയ്യുന്ന ഡയറക്ഷന് ഓപ്പോസിറ്റായാണ് ഈ ആക്സലറേഷൻ ആക്ട് ചെയ്യുന്നത്. സോ വി ക്യാൻ ഗിവ് എ നെഗറ്റീവ് സൈൻ ടു ദിസ് ഇക്വേഷൻ. So the equation for acceleration becomes a equals minus a omega square cos omega t plus 5. But you see, what is a cos omega t plus 5? A cos omega t plus 5 is x, the displacement. So the acceleration is a equals minus omega square x. So this is the expression for acceleration of a simple harmonic oscillator. ഈ ആക്സലറേഷന് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു പ്രത്യേകത നമുക്ക് കാണാൻ പറ്റും. ഈ ഫിസിക്സിൻ്റെ ആദ്യ ചാപ്റ്ററുകളിലൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തത് യൂണിഫോംലി ആക്സലറേറ്റഡ് മോഷനാണ്. എന്ന് പറഞ്ഞാൽ മീനിങ് എന്താ? ആക്സലറേഷൻ വാസ് എ കോൺസ്റ്റൻറ്റ്. പക്ഷേ ഈ സിറ്റുവേഷനിൽ നിങ്ങൾ നോക്കൂ, എ ഈക്വൽസ് മൈനസ് ഒമേഗ സ്ക്വയർ എക്സ്. ആക്സലറേഷൻ ഡിപ്പെൻഡ്സ് ഓൺ എക്സ്. എക്സ് ഇസ് ദ ഡിസ്പ്ലേസ്മെൻറ്റ് ആൻഡ് ഇറ്റ് ഈസ് എ വേരിയബിൾ. If so, we can say acceleration of a simple harmonic oscillator is a variable. So this is an example for a system with variable acceleration. ഈ മെത്തേഡ് ഓഫ് റെഫറൻസ് സർക്കിളിൻ്റെ കോൺസെപ്റ്റ് ഒഴിവാക്കിക്കൊണ്ട് നമുക്ക് കാൽക്കുലസ് മെത്തേഡിലും വളരെ ഈസിയായി ആക്സലറേഷൻ ഫോം ചെയ്യിക്കാൻ പറ്റും. For that, you take the expression for velocity. We have v equals minus a omega sin omega t plus 5. We know this is the instantaneous velocity at the instant t. If so, the acceleration is given by, നമുക്കറിയാം equation, a equals dv by dt. Acceleration is the first differential of velocity. So a equals d by dt of minus a omega sin omega t plus 5. Or this can be written as a equals minus a omega into d by dt of sin omega t plus 5. ഇതിനെ നമുക്കൊന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്യാം. So you will get a equals minus a omega cos omega t plus 5 into omega. ആ ഒമേഗ ടിയുടെ ഡിഫറൻഷ്യലാണ് ഈ ലാസ്റ്റിൽ കാണുന്ന ഒമേഗ. അപ്പോൾ ഇക്വേഷൻ എങ്ങനെ മാറുമെന്ന് നോക്കൂ. a equals minus a omega square cos omega t plus 5. Again, a cos omega t plus 5 is x. Therefore, the acceleration is a equals minus omega square x. അപ്പോൾ റെഫറൻസ് സർക്കിൾ മെത്തേഡ് ഉപയോഗിച്ചും കാൽക്കുലസ് മെത്തേഡ് ഉപയോഗിച്ചും നമുക്ക് ആക്സലറേഷൻ ഡിറൈവ് ചെയ്യാൻ പറ്റും. യു റിമെമ്പർ ദി ഇക്വേഷൻ ഫോർ ആക്സലറേഷൻ ഓഫ് എ സിമ്പിൾ ഹാർമോണിക് ഓസിലേറ്റർ, that is a equals minus omega square x.
നമുക്ക് ഈ ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട് ഒരു സിമ്പിൾ ഹാർമോണിക് ഓസിലേറ്ററിൻ്റെ മീൻ പൊസിഷനിലെ ആക്സിലറേഷൻ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. At the mean position x is equal to 0. And we have already calculated that the velocity at this point is v equals a omega a maximum. നമുക്ക് ഇവിടുത്തെ ആക്സിലറേഷൻ കൂടി കാൽക്കുലേറ്റ് ചെയ്യാം. a equals minus omega square x. അല്ലേ? What is the value of x at this position? You can see x is equal to 0. So what is acceleration? a equals 0. So ആ മീൻ പൊസിഷൻ്റെ പ്രത്യേകത നോക്കൂ. അറ്റ് ദ മീൻ പൊസിഷൻ വെലോസിറ്റി ഈസ് മാക്സിമം ബട്ട് ആക്സിലറേഷൻ ഈസ് 0. മാത്തമെറ്റിക്കലി അത് അങ്ങനെ തന്നെയാണ് വരേണ്ടത്. വെലോസിറ്റി മാക്സിമം എന്ന് പറഞ്ഞാൽ അതൊരു കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ അതിൻ്റെ ഡിഫറൻഷ്യലായ ആക്സിലറേഷൻ തീർച്ചയായും 0 ആയിരിക്കണം. Now let's go to the extreme position. At the extreme position, x is equal to a. And we know the velocity at the extreme position is 0. നമുക്കിനി ആക്സിലറേഷൻ കാൽക്കുലേറ്റ് ചെയ്യാം. ടേക്ക് ദി ഇക്വേഷൻ a equals minus omega square x, but x is equal to a, substitute. So the acceleration is minus omega square a. ഇവിടെ നിങ്ങൾ എന്താ കാണുന്നത്? Velocity of the oscillator is 0 at this particular instant of time. But at that instant, acceleration of the oscillator is not 0. Moreover, that acceleration is maximum. അപ്പോൾ സാധാരണയായി ഒരു ക്വസ്റ്റ്യൻ വരാറുണ്ട്. Can a body have acceleration without velocity? ഈ സിറ്റുവേഷനിൽ നിന്നും ഇറ്റ്സ് ക്ലിയർ ദാറ്റ് when velocity is equal to 0, a body can have acceleration. വൺ ഡയമെൻഷണൽ മോഷനും ഇതുപോലൊരു എക്സാമ്പിൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതെന്തായിരുന്നു എന്ന് ഒന്ന് ഓർത്തെടുക്കാൻ ശ്രമിക്കുക. നമ്മളുടെ ഈ 2-3 ക്ലാസ്സുകളിലെ ഡിസ്കഷനിൽ നിന്നും നമ്മൾ ഫോം ചെയ്തിരിക്കുന്ന ഇമ്പോർട്ടൻ്റ് ആയ ഇക്വേഷൻസ് ഏതൊക്കെയാണ്? ദ ഫസ്റ്റ് വൺ ഈസ് ദ ഇക്വേഷൻ ഫോർ ദ ഡിസ്പ്ലേസ്മെൻറ്റ് എക്സ് ഈക്വൽ ടു എ കോസ് ഒമേഗ ടി പ്ലസ് 5. സെക്കൻഡ് വൺ വെലോസിറ്റി ഈക്വൽസ് മൈനസ് എ ഒമേഗ സൈൻ ഒമേഗ ടി പ്ലസ് 5. And finally, acceleration a equals minus a omega square cos omega t plus 5. ഈ ഇക്വേഷൻസിലെ phi എന്താണെന്ന് നിങ്ങൾക്കറിയാം. Phi is called the initial phase. For convenience, let's assume phi is equal to 0. If so, these equations will change like x equal to a cos omega t, v equals minus a omega sin omega t, and a equals minus a omega square cos omega t. Now let's take the equation for the displacement. X equals a cos omega t. You can see the displacement is a variable and displacement is a periodic function. It is varying in between plus a and minus a. And when omega t equal to 0, x is equal to plus a. നമ്മൾ ഈ പറഞ്ഞ കോൺസെപ്റ്റ്സ് എല്ലാം കൂടി നമുക്കൊരു ഗ്രാഫിലേക്കൊന്ന് പ്ലോട്ട് ചെയ്താൽ യു വിൽ ഗെറ്റ് എ ഗ്രാഫ് ലൈക്ക് ദിസ്. ഈ ഗ്രാഫിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് വേരിയിങ് ഇൻ ബിറ്റ്വീൻ പ്ലസ് എ ആൻഡ് മൈനസ് എ. ടി എന്ന ഒരു കംപ്ലീറ്റ് ടൈം പീരീഡിലെ വേരിയേഷനാണ് ഇപ്പോൾ നിങ്ങൾ ഫിഗറിൽ കാണുന്നത്. നമുക്ക് ഇനി വെലോസിറ്റിയുടെ ഇക്വേഷൻ എടുത്താലോ. വെലോസിറ്റി v ഈക്വൽസ് മൈനസ് എ ഒമേഗ സൈൻ ഒമേഗ ടി. ഇവിടെയും നമുക്ക് കാണാൻ പറ്റും വെലോസിറ്റി ഈസ് പീരിയോഡിക് ആൻഡ് ഇറ്റ് ഹാസ് ടു വേരി ഇൻ ബിറ്റ്വീൻ പ്ലസ് എ ഒമേഗ ആൻഡ് മൈനസ് എ ഒമേഗ. വൺ മോർ തിങ്, വെൻ ഒമേഗ ടി ഈക്വൽ ടു 0, വെലോസിറ്റി v ഹാസ് ടു ബി 0. ഒരു കംപ്ലീറ്റ് ടൈം പീരീഡിലെ വെലോസിറ്റിയുടെ വേരിയേഷനാണ് ഇപ്പോൾ നിങ്ങൾ ഗ്രാഫിൽ കാണുന്നത്. ഇനി നമുക്ക് ആക്സലറേഷൻ്റെ ഇക്വേഷനിലേക്ക് പോയാലോ. ആക്സലറേഷൻ എ ഈക്വൽസ് മൈനസ് എ ഒമേഗ സ്ക്വയർ കോസ് ഒമേഗ ടി. നമ്മൾ നേരത്തെ കണ്ട പ്രോപ്പർട്ടീസ് ആക്സലറേഷനും ആപ്ലിക്കബിൾ ആണ്. ആക്സലറേഷൻ ഈസ് പീരിയോഡിക് ആൻഡ് ആക്സലറേഷൻ വേരീസ് ഇൻ ബിറ്റ്വീൻ പ്ലസ് എ ഒമേഗ സ്ക്വയർ ആൻഡ് മൈനസ് എ ഒമേഗ സ്ക്വയർ. ആൻഡ് വെൻ ഒമേഗ ടി ഈക്വൽ ടു 0, acceleration is
മൈനസ് എ ഒമേഗ സ്ക്വയർ. ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് ആക്സിലറേഷൻ്റെ ഗ്രാഫിക്കൽ വേരിയേഷൻ ആണ്. ഈ 3 ഗ്രാഫുകളിൽ നിന്നും നമുക്ക് എന്താ മനസ്സിലാവുന്നത്? ഡിസ്പ്ലേസ്മെൻറ്റ്, വെലോസിറ്റി, ആക്സിലറേഷൻ, all the 3 have the same time period, but they are having different phase. ആ ഫേസ് ഡിഫറൻസും നമുക്ക് ഫിഗറിൽ നിന്ന് മനസ്സിലാവും. ആൻഡ് യു ക്യാൻ സി ഡിസ്പ്ലേസ്മെൻറ്റ് ആൻഡ് വെലോസിറ്റി ഡിഫറെൻറ്റ് ഫേസ് ബൈ π/2 and displacement and acceleration different phase by π. ഈ സിമ്പിൾ ഹാർമോണിക് മോഷൻ്റെ വെലോസിറ്റിയും ആക്സിലറേഷനും ഒന്ന് പരിചയമാകുന്നതിന് വേണ്ടി നമുക്കൊരു പ്രോബ്ലം ഒന്ന് സോൾവ് ചെയ്ത് നോക്കാം. എഴുതൂ ക്വസ്റ്റ്യൻ. എ ബോഡി ഓസിലേറ്റ്സ് വിത്ത് SHM according to the equation in SI units, x equals 5 cos 2 pi t plus π/4. At t equals 1.5 second, calculate 1. The displacement, 2. The speed, and 3. The acceleration of the body. See a question like നോക്കൂ. The displacement of a simple harmonic oscillator is given by x equals 5 cos 2 pi t plus π/4. This is the given equation. And we have the standard equation for the displacement of a simple harmonic oscillator. That is x equals a cos omega t plus 5. നമുക്ക് ഈ ഇക്വേഷൻ ഒന്ന് കമ്പയർ ചെയ്യാം. Then you will get a equals 5 meter. എങ്ങനെയായി മീറ്റർ എന്ന യൂണിറ്റ് വന്നത്? അവർ ക്വസ്റ്റിൽ പറഞ്ഞിട്ടുണ്ട് all the quantities are in SI. So a equals 5 meter. ടിയുടെ കോഎഫിഷ്യൻ്റ് ഇക്വേറ്റ് ചെയ്താലോ? You will get omega equals 2 pi radians per second. ഇനി എന്താണ് ക്വസ്റ്റ്യൻ എന്ന് നോക്കൂ. We have to calculate the displacement of the oscillator at the instant of time t equals 1.5 second. The ഡിസ്പ്ലേസ്മെൻറ്റിന് ഇങ്ങനെ ഒരു ഇക്വേഷൻ തന്നിട്ടുണ്ട്. ഈ ഇക്വേഷനിലേക്ക് ടിക്ക് പകരം നിങ്ങൾ 1.5 സെക്കൻഡ് എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ യു വിൽ ഗെറ്റ് ദ ഡിസ്പ്ലേസ്മെൻറ്റ്. ചെയ്തോളൂ, നിങ്ങൾ തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യൂ. എക്സ് ഈക്വൽസ് 5 കോസ് 2 പൈ ഇൻറ്റു 1.5 പ്ലസ് π/4. സിംപ്ലിഫൈ ചെയ്ത് എഴുതും. ദിസ് ഈസ് ഈക്വൽ ടു 5 കോസ് 2 into 1.5 is 3. So 3 pi plus π/4. നമുക്കറിയാം ഒരു കോസ് ഫംഗ്ഷൻ്റെ ആർഗ്യുമെൻറ്റിനോടൊപ്പം 3 പൈ ആഡ് ചെയ്താൽ ആ കോസ് ഫംഗ്ഷൻ്റെ സൈൻ ചേഞ്ച് ചെയ്യുക മാത്രമേ ഉള്ളൂ. So we can write this equation as x is equal to minus 5 cos π/4. കാൽക്കുലേറ്റർ റേഡിയൻ മോഡിൽ സെറ്റ് ചെയ്തിട്ട് കോസ് π/4ൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുക. കാൽക്കുലേറ്റർ ഡിഗ്രി മോഡിലാണെങ്കിൽ π/4 45 ആണ് എന്ന് ഓർക്കുക. യു കാൽക്കുലേറ്റ് ദ വാല്യൂ ഓഫ് കോസ് 45. ആ വാല്യൂ യൂസ് ചെയ്തുകൊണ്ട് എക്സിൻ്റെ വാല്യൂ ഡിറ്റർമിൻ ചെയ്യും. കിട്ടിയോ? വാല്യൂ ആയോ? യു വിൽ ഗെറ്റ് ദി ഡിസ്പ്ലേസ്മെൻറ്റ് ആസ് എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് 3.535 മീറ്റർ. നൗ കം ടു ദ സെക്കൻഡ് പാർട്ട് ഓഫ് ദ ക്വസ്റ്റ്യൻ. എന്താ ക്വസ്റ്റ്യൻ നോക്കൂ. We have to calculate the velocity of the oscillator at the instant of time t equal to 1.5 second. നമുക്ക് വെലോസിറ്റിയുടെ ഇക്വേഷൻ എടുക്കാം. എഴുതൂ നിങ്ങൾ. v equals മൈനസ് എ ഒമേഗ സൈൻ ഒമേഗ ടി പ്ലസ് 5. നമുക്ക് എയുടെയും ഒമേഗയുടെയും വാല്യൂ അറിയാം. ആൻഡ് ടി ഈക്വൽസ് 1.5. ഈ വാല്യൂസ് ഒക്കെ ഈ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യൂ. യു വിൽ ഗെറ്റ് v ഈക്വൽസ് മൈനസ് 5 ഇൻറ്റു 2 പൈ, ഒമേഗയുടെ വാല്യൂ 2 പൈ ആണ് അല്ലേ, ഇൻറ്റു സൈൻ 2 പൈ ഇൻറ്റു 1.5 പ്ലസ് π/4. അതൊന്ന് സിംപ്ലിഫൈ ചെയ്ത് നോക്കൂ. v ഈക്വൽസ് മൈനസ് 10 പൈ ഇൻറ്റു സൈൻ 3 പൈ പ്ലസ് π/4. സൈനിൻ്റെ ആർഗ്യുമെൻറ്റിനോടും 3 പൈ ആഡ് ചെയ്താൽ സൈൻ ചേഞ്ച് ചെയ്യും. ആ 3 പൈ എന്ന് ആഡ് ചെയ്തിരിക്കുന്ന ടേം നമുക്ക് റിമൂവ് ചെയ്യാം. എന്നിട്ട് ഒരു നെഗറ്റീവ് സൈൻ അപ്ലൈ ചെയ്താൽ മതി.
So the equation for velocity becomes v equals plus 10 pi into sin pi by 4. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ sin pi by 4ൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുക, മൾട്ടിപ്ലൈ ഇറ്റ് വിത്ത് 10 pi, you will get the velocity as 22 meter per second. Come to the last part of the question. എന്താ ലാസ്റ്റ് പാർട്ട്? What is the acceleration of the particle when t equals 1.5 second? അത് വളരെ ഈസിയാണ്. We have the equation for acceleration. A equals minus omega square x. See, in this equation, we have displacement x. നമുക്ക് വേണ്ടത് എന്താ? 1.5 സെക്കൻഡ് എന്ന ഇൻസ്റ്റൻറ്റ് ഓഫ് ടൈമിലെ ആക്സലറേഷനാണ് വേണ്ടത്. അതിനായി 1.5 സെക്കൻഡ് എന്ന ഇൻസ്റ്റൻറ്റിലെ എക്സിൻ്റെ വാല്യൂ ഈ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ പോരെ. ആൻഡ് വി നോ വെൻ t equals 1.5 സെക്കൻഡ്, x equals minus 3.535 meter. So what is acceleration? A equals minus 2 pi the whole square into minus 3.535. ആ നെഗറ്റീവ് സൈൻ മാറ്റിയിട്ട് ബാക്കി ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കി. 4 pi square into 3.535. Multiply you will get the acceleration as 139.4 meter per second square. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത വെലോസിറ്റി, ആക്സിലറേഷൻ, ഈ കോൺസെപ്റ്റിനെ ബേസ് ചെയ്ത് നിങ്ങളൊരു സിമ്പിൾ ക്വസ്റ്റ്യൻ ഒരു അസൈൻമെൻറ്റായി ചെയ്യൂ. ഞാൻ ക്വസ്റ്റ്യൻ പറയാം. എ ബോഡി ഡിസ്ക്രൈബ്സ് സിമ്പിൾ ഹാർമോണിക് മോഷൻ with an amplitude of 5 centimeter and a time period of 0.2 second. Find the acceleration and velocity of the body when the displacement is 1. 5 centimeter, 2. 3 centimeter and 3. 0 centimeter. നമ്മൾ ഡിറൈവ് ചെയ്ത ഇക്വേഷൻസ് ഉപയോഗിച്ചുകൊണ്ട് ഈ ക്വസ്റ്റ്യൻ ഒന്ന് സോൾവ് ചെയ്യുക. സോൾവ് ചെയ്ത് കിട്ടുന്ന കറക്റ്റ് ആൻസേഴ്സ് സ്കൂളിലെ ഫിസിക്സ് സാറിന് സബ്മിറ്റ് ചെയ്യുക. സിമ്പിൾ ഹാർമോണിക് മോഷനിലെ ഫോഴ്സ്, എനർജി തുടങ്ങിയ കൂടുതൽ കാര്യങ്ങളുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.